السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وبهمزة الكرار عم المصطفى أسد الله سيد الشهداء. ബഹുമാനപ്പെട്ടവരെ, നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം വഫ്തഖറ ബികൗനിഹി വാലിദ എന്നുള്ള ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് ആദ്യം വാക്കർത്ഥം ഇൻഷാ അല്ലാഹ് പറയാം. അല അറിയണം, ഹുവല്ലദീ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവസ്സല ബിഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം ആ നബി തങ്ങളെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാത്രമല്ല വഫ്തഖറ ബികൗനിഹി വാലിദ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായതുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം അഭിമാനം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. വഫ്തഖറ ബികൗനിഹി വാലിദ, ഞാൻ മുത്തുനബിയുടെ പിതാവാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അഭിമാനം കൊണ്ടിട്ടുണ്ട് ആദം നബി അലൈഹി സ്വലാം. ആദ്യം നമ്മൾ പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാം ആ മുത്തുനബിയെ തവസ്സുലാക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പുത്തൻവാദികളായ ആളുകൾ പറയുന്നത് തവസ്സുലും ഇസ്തിഗാസയൊന്നും പറ്റൂല എന്നാണ്. അതിൻ്റെ വ്യക്തമായ തെളിവാണ് മഹാനായ മഖ്ദൂം തങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. ആദം നബി അലൈഹി സ്വലാം വരെ ചെയ്ത പണിയാണിത് എന്നുള്ളത്. ആദം നബി അലൈഹി സ്വലാം അള്ളാഹു തആല വിലക്കിയ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ അരികിലേക്ക് പോകുന്നു, പയം ഭക്ഷിക്കുകയും ചെയ്തപ്പോൾ താൽക്കാലികമായിട്ട് അള്ളാഹു തആല ആദം നബി അലൈഹി സ്വലാമെ സ്വർഗ്ഗത്തു നിന്ന് ഭൂമിയിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. ആദം നബി അലൈഹി സ്വലാം ഒരുപാട് കാലം കരണ്ടുകൊണ്ട് കഴിച്ചു കൂട്ടി. അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തു. എന്താ പറഞ്ഞത്? റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർത ലി, യാ റബ്ബേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു തരിക തന്നെ വേണം അല്ലോ, മുത്തുനബിയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് പുറത്തരണം അല്ലോ എന്ന് ആദം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയാണ്. അപ്പോൾ അള്ളാഹു തആല തിരിച്ചു ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? ഫകൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു ബഅദ, അള്ളാഹു തആല ചോദിക്കുകയാണ്, ഞാൻ ഭൗതിക ലോകത്തേക്ക് മുഹമ്മദിനെ പഠിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മുത്തുനബിയെക്കുറിച്ച് അറിയാം? അപ്പോൾ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ അള്ളാഹു നീ എന്നെ സൃഷ്ടിച്ച് എന്നിലേക്ക് ആത്മാവിനെ വിക്ഷേപിച്ച സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ തല ഉയർത്തി നോക്കി, അപ്പോൾ അർഷിൻ്റെ തൂണുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതപ്പെട്ടതായിട്ട് ഞാൻ കാണാം. നിൻ്റെ പേരിനോട് കൂടെ ചേർത്ത് എഴുതുന്ന ഒരാളെന്ന നിനക്ക് ഏറ്റവും മഹത്തുള്ള ആരായിരിക്കും, നിൻ്റെ പേരിന് കൂടെ ചേർത്ത് എഴുതിയത് കൊണ്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരിക്കും, നിനക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് നിൻ്റെ അടുക്ക വലിയ സ്ഥാനങ്ങളുള്ള ആളായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട ആ സൃഷ്ടിയെ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്തതാണ്. അള്ളാഹു തആല പറഞ്ഞു, ഓ ആദം, യാ ആദം, ഇന്നഹു, തീർച്ചയായിട്ടും മുത്തനബിയുണ്ടല്ല, ല അഹബ്ബുൽ ഖൽഖി ഇലയ്യ, എല്ലാ സർവ്വ സൃഷ്ടികളെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആ മുത്തുനബിയാണെന്ന് ആദം നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് മുത്തുനബിയുടെ ഹക്ക് കൊണ്ട് നീ ചോദിച്ചതിനാൽ ഞാൻ നിനക്ക് പുറത്തു തന്നിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? വലൗല മുഹമ്മദുൻ മാ ഖലഖ്തുക, മുത്തുനബി എങ്ങാനും ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, മുത്തുനബി എങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പടക്കൂലായിരുന്നു എന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാമോട് അള്ളാഹു തആല പറയാണ്. അപ്പോൾ വസ്തഗാസ ബിഹി അല്ല, അപ്പോൾ തവസ്സല ബിഹി ആദം അലൈഹി സ്വലാം, ആദം നബി അലൈഹി സ്വലാം തവസ്സുൽ ചെയ്തു. തവസ്സുൽ, അപ്പോൾ തവസ്സുലൊക്കെ ദീനുള്ളതാണ്. അതുകൊണ്ട് വിദഅത്തുകാർ പറയുന്നത് പോലെ അത് ദീനില്ലാത്തതാണ്, ശിർക്കാണെന്ന് ആരും വിചാരിക്കേണ്ട. ആദം നബി അലൈഹി സ്വലാം വരെ ചെയ്ത സംഭവമാണ് എന്നുള്ളതിലേക്ക് കൂടി ഈ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദം നബി അലൈഹി സ്വലാമിനെയും ശേഷമുള്ള എല്ലാ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും ഈ ആകാശഭൂമികളെയും സർവ്വസൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിക്കാൻ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് വ്യക്തമായില്ലേ? ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം ശരിക്കും മനസ്സിലാക്കണം. അവിടുത്തെ മനസ്സിലാക്കിയാൽ നമ്മൾ അമ്പരന്ന് പോകും. പടച്ച റബ്ബിന് അവിടുത്തോടുള്ള ബന്ധം വളരെ ദൃഢമായ ബന്ധമാണ്. മറ്റൊരു സൃഷ്ടിയോടും അല്ലാഹു തആലയ്ക്ക് തങ്ങളുടെ അത്ര ബന്ധമില്ല. അതുകൊണ്ട് ആ മുത്തുനബിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പരിധിയും നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ പറയാണ്, ശേഷം പറയുന്നു വഫ്തഖറ ബികൗനിഹി വാലിദ, ഞാൻ ആ മുത്തുനബിയുടെ പിതാവാണെന്ന് പറഞ്ഞുകൊണ്ട് ആദം നബി അലൈഹി സ്വലാം സന്തോഷിച്ചിട്ടുണ്ട്, അഭിമാനം കൊണ്ടിട്ടുണ്ട്. നമുക്കറിയാം, മിഅ്റാജിൻ്റെ വേളയിൽ ഒന്നാം ആകാശത്ത് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബി അലൈഹി സ്വലാമിനെ കണ്ടു. അപ്പോൾ അഭിമാനത്തോടുകൂടി ആദം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്, എന്താ പറഞ്ഞത്? നല്ല പ്രവാചകന് സ്വാഗതം, ഇബ്നി സ്വാലിഹ്, എൻ്റെ നല്ല മകന് സ്വാഗതം. ആദം നബി അലൈഹി സ്വലാം മുത്തുനബിയെ കൊണ്ട് അഭിമാനം കൊള്ളുക. മുത്തുനബി പറയുന്നുണ്ടല്ലോ, അന അബുൽ അർവാഹി വ ആദമു അബുൽ അജ്സാദ്, ഞാൻ എന്നുള്ളത് അർവാഹികളുടെ എല്ലാവരുടെയും പിതാവാണ്. ആദം നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ അജ്സാദുകൾ, ജസദുകൾ, അവകളുടെ പിതാവാണ്, ഭൗതിക ശരീരങ്ങളുടെ പിതാവാണ് എന്ന് പറയുകയാണ്. ഒരു കവി പാടുന്നത് കാണാം, ആദം നബി അലൈഹി സ്വലാം അബുൽ ബഷറാണെന്ന് ഞാൻ സമ്മതിക്കാം, പക്ഷേ മുത്തുനബി തങ്ങൾ ജദ്ദുൽ ബഷറാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണം. അഥവാ ആദം നബി അലൈഹി സ്വലാം മനുഷ്യ പിതാവാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ ഉപ്പാപ്പയാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം പഠിച്ചത് ഞങ്ങൾക്ക് മുത്തങ്ങളെ ചർച്ച ചെയ്താണ്, അതുകൊണ്ട് അധികമൊന്നും പറയുന്നില്ല. ഏറ്റവും ആദ്യം പഠിച്ചത് മുത്തുനബി തങ്ങളുടെ നൂറിനെയാണ്.
ആ മുത്തി തങ്ങളെ പഠിച്ചത് കൊണ്ടാണ് ബാക്കി എല്ലാത്തിനെയും അള്ളാഹു തആല പഠിച്ചത്. നബി തങ്ങളെ പഠിച്ചില്ലായിരുന്നെങ്കിൽ വേറെ ആളെയും ഒന്നിനെയും അള്ളാഹു തആല പഠിക്കില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ആ നബി തങ്ങളെ പറ്റി നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.